Question number 6. Consider n is the number of lone pair of electrons present in the equatorial position of the most stable structure of ClF3. The ion from the following with n number of unpaired electron are. ഈ ചോദ്യം കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററും ആക്ച്വലി ഡി ബ്ലോക്ക് എലമെന്റ് കൂടി കമ്പൈൻഡ് ആവുന്നുണ്ട്. മിക്സർ ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നുള്ള ചോദ്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം തന്നിരിക്കുന്ന അയോണുകളെല്ലാം ഡി ബ്ലോക്ക് എലമെന്റുകളുടെ അയോണുകളാണ്. അപ്പൊ ഡി ബ്ലോക്കുമായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ClF3 എത്ര ലോൺ പെയർ ഉണ്ടോ അതാണ് N. ClF3 ക്ലോറിൻ ഒരു ഇക്വറ്റോറിയൽ പൊസിഷനിലും 2 ആക്സിയൽ പൊസിഷനുകളിലും ഫ്ലൂറിൻ ഉണ്ടാകും, ശരിയല്ലേ. 2 ഇക്വറ്റോറിയൽ പൊസിഷനുകളിൽ ലോൺ പെയർ ഉണ്ടാകും. സോ ലോൺ പെയറുകളുടെ എണ്ണം 2 ആണ്. N = 2. ഈ 2 എന്ന് പറയുന്ന എന്നിന്റെ വാല്യൂ എത്രയാണോ അത്രയും ഇലക്ട്രോണുകൾ, അൺപെയർഡ് ഇലക്ട്രോണുകൾ ഇതിൽ ഏതിലുണ്ടാവുക. ഇനി ലോൺ പെയർ അല്ല നോക്കേണ്ടത്, ഇനിയുള്ള അയോണുകളിൽ അൺപെയർഡ് ഇലക്ട്രോണുകൾ 2 വരുന്ന കേസുകൾ ഏതൊക്കെയാണ്. നമ്മൾ എഴുതി നോക്കുന്ന സമയത്ത് 1ADM3+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്ന 3D2 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ടൈറ്റാനിയം 3+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്ന 3D1 1 അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. കോപ്പർ 2+ കോൺഫിഗറേഷൻ അവസാനിക്കുക 3D9 1 അൺപെയർഡ് ഇലക്ട്രോൺ. നിക്കൽ 2+ 3D8 കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 2 അൺപെയർഡ് ഇലക്ട്രോൺ. ടൈറ്റാനിയം 2+ 3D2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുക 2 അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പൊ 2 അൺപെയർഡ് ഇലക്ട്രോണുകൾ വരുന്ന 3 കേസസ് ഉണ്ട്, എയും ഡിയും ഇയും. ഓപ്ഷൻ 2 is the right answer. Option 2 is the right answer.